ഇതൊക്കെ ബംഗാളികൾ ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാന്ന് മനസ്സിലായോ? നോക്ക്, അടിപൊളി സുന്ദരമായ ഒരു ഗ്രാമപ്രദേശം. വെൽക്കം ടു എ ന്യൂ ബ്ലോഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? മുട്ടുകാട് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഈ മൂന്നാറിലെ കാഴ്ചകളൊക്കെ കാണാൻ വരുന്ന വിനോദസഞ്ചാരികളൊക്കെ ഈ പാടശേഖരം കണ്ടിട്ട് ഇവിടെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുറേ പേര് ഈ പാടമൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഈ പാടത്തിൻ്റെ നടുക്കൂടെ ഒരു കനാലൊക്കെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾ ഇറങ്ങി കൈ കാലം കഴിയാൻ കുളിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നല്ല വൈബാണ് കേട്ടോ. ചൂടെന്ന് പറയുന്ന സംഗതിയില്ല. ഞങ്ങൾ വെയിലത്താണ് നടക്കുന്നെങ്കിലും തീരെ ചൂടില്ല. ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി അറ്റ്മോസ്ഫിയർ. ഇതിന് നടുക്കൂടെ ജീപ്പ് പോകുന്നൊരു പാതയുണ്ട് കണ്ടോ. ഇതിന് നടുക്കൂടെ ഈ പാടത്തിൻ്റെ വരമ്പത്തൂടെ ഇത് ജീപ്പ് പോകുന്ന ഒരു വഴിയുണ്ട്. ഞാനിപ്പോൾ അതിലേക്കാണ് നടക്കുന്നത്. അടിപൊളിയല്ലേ? സൂപ്പർ. ഏക്കർ കണക്കിന് നിറഞ്ഞു നിൽക്കുന്ന പാടശേഖരം. അടിപൊളി കാഴ്ച. ഇടുക്കിയിൽ വളരെ അസുലഭമായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലെ ഏക്കർ കണക്കിന് നിരന്ന് കിടക്കുന്ന പാടശേഖരം എന്ന് പറയുന്നത്. ബെന്നി എന്ന് പറയും. കൃഷിപ്പണിയുണ്ട്. പിന്നെ ഞാൻ സെൻറ് മേരി സെൻട്രൽ സ്കൂള് രാജകുമാരി മാങ്ങാത്തൊട്ടി, അവിടെ സ്കൂൾ ഡ്രൈവറായിട്ട് ഇപ്പോൾ 10-12 വർഷമായി. ആ രൂപതയുടെ, അത് ഇടുക്കി രൂപതയുടെ. ഇതിപ്പോൾ നമ്മുടെ ഈ മുട്ടുകാട് എത്ര വർഷമായിട്ട് നെൽകൃഷി ഉണ്ട്? ഇത് പരമ്പരാഗതമായിട്ട് പണ്ട് തൊട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരു 50 വർഷത്തിലേറെ ഉണ്ടോ? ഓ ആണോ? എനിക്കൊക്കെ ഇപ്പം 56 വയസ്സായില്ലേ. അതിനൊക്കെ മുമ്പുണ്ട്. ആണല്ലേ? ഇതൊക്കെ പണ്ട് ഇത് ടില്ലറായിരുന്നു കൂട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് ട്രാക്ടറിലേക്ക് വന്നു. ഇപ്പോൾ എല്ലാ മെഷീൻസും വരാൻ തുടങ്ങി. ഇപ്പോൾ ട്രാക്ടർ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു 3 ട്രാക്ടർ ഉണ്ടെങ്കിൽ മൊത്തം ഏതാണ്ട് ഒരു മാസം കൊണ്ട് പരിപാടി തീർക്കും. അല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടെ പാടമുണ്ടോ? ഇതും അതും ഇതൊക്കെ ചേട്ടൻ്റെ പാടം അല്ലേ? കൊള്ളാം കൊള്ളാം. ഇത് എങ്ങനെ മൊത്തം ഇപ്പൊ മെഷീൻ വർക്ക് ആണോ? എല്ലാം മെഷീനാ മൊത്തം. ഈ പാടം ഉഴുകുന്ന അടക്കം പറിച്ചു നടണം. ഈ പറിച്ചു നടാൻ വേണ്ടി ബംഗാളികളാണോ വരുന്നത്? ബംഗാളികൾ വരും. നേരത്തെ ഇവിടെ ഉള്ളവരാണ് നട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാവരും എളുപ്പം നോക്കി ബംഗാളികളാകുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് പണി അറിയാവോ? അവര് വന്നിട്ട് ഈ ഉച്ച കഴിഞ്ഞ് വരും. ഇതൊക്കെ ബംഗാളികൾ പറിച്ചിട്ടങ്ങനെ നല്ല അടിക്കും ചിട്ടയിലും വരി ഒപ്പിച്ചിട്ടോ? അതൊക്കെ അവർക്ക് അറിയാവുന്ന. അവരന്നേരം അവിടെ കൃഷി ഉള്ളതല്ലേ. അവരുടെ നാട്ടിൽ കൃഷിയുള്ള ഈ പണിയൊക്കെ അറിയാം അവർക്കല്ലേ. പക്ഷെ ഇവിടെ ഉള്ള കൂലിപ്പണി കഴിഞ്ഞ് ഇവര് വൈകുന്നേരമാക്കിയാ പറഞ്ഞത്. അതായത് ഓവർ ടൈം. ഇരുട്ടത്തൊക്കെ അവര് നടും. അങ്ങനെയൊക്കെ നട്ടുപോയത് ഞാൻ കണ്ടോക്കെ. അടിപൊളി. ഇവിടെ ഉണ്ടല്ലോ ഈ പാടത്ത് നിൽക്കുമ്പോഴേ വെയിലാണെങ്കിലും നമുക്ക് ചൂടറിയില്ല. കാറ്റ് എപ്പോഴും കാറ്റുണ്ട്. നല്ല കാറ്റ്. പിന്നെ എങ്ങനെയാ ഇവിടെ ഈ ഗവൺമെന്റ് അത്യാവശ്യം നല്ല സപ്പോർട്ടാണ്? സപ്പോർട്ടുണ്ട്. ഇപ്പൊ പഞ്ചായത്തിൽ നിന്നായാലും നല്ല സപ്പോർട്ടുകൾ, സബ്സിഡി ഉണ്ട്. ഈ ഇടയ്ക്ക് മോട്ടോർ, പമ്പ് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇടയ്ക്ക് തന്നിട്ടുണ്ട്. ഇത് എവിടെ ഈ വെള്ളം വരുന്നത്? ഇത് അങ്ങ് മലയെന്ന് വരും. അത് അങ്ങ് മലയെന്ന് തന്നെ. ഈ ആ കാണുന്നൊക്കെ റിസോർട്ടൊക്കെയാണോ? അത് റിസോർട്ട്. അതിന്റെ അപ്പുറം അതൊക്കെ റിസോർട്ടാണ്. ക്യാപ്പ് റോഡ് ക്യാപ്പ് റോഡ്. റിസോർട്ട് നിൽക്കുന്ന സൈഡ് അത് അതിന്റെ ഒരു സൈഡ് വരും. ആണല്ലേ? അതിന്റെ അങ്ങേ സൈഡ്. അതേ പോണ. അവിടെ നിന്ന് ഇടിഞ്ഞു പോകുന്ന മഞ്ഞ് മൂടി നിൽക്കുവാണല്ലോ മലയുടെ മണ്ടയിൽ. മലയുടെ മണ്ടയിൽ നിൽക്കും. അത് ഇത് എന്നാ ടൈപ്പ് നെല്ല് നട്ടിരിക്കുന്നത്? ഇതിപ്പോ മട്ടാന്ന് പറയും. മട്ട. മട്ട. അതിനകത്ത് എന്തോ ഒരു പേരൊക്കെ പറയല്ലോ, ഈ നെല്ലിന്റെ ഒരു വെറൈറ്റിക്ക് ഒരു പേരൊക്കെ പറയാം. നേരത്തെ അയ്യാറെട്ട് അല്ലെങ്കിൽ ഈ വെൺമണി അങ്ങനെയുള്ള ചെറിയ അരികളുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഇപ്പോൾ പോയിട്ട് ഇപ്പം മട്ട ഇതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഒരു 3 മാസം കൊണ്ട് കൊയ്യാൻ പാകത്തിനുള്ളതാക്കി. മലബാറൊക്കെ ഉണ്ടായിരുന്നതാണ്. 3 മാസം കൊണ്ട് ഇപ്പം ഈ നിൽക്കുന്നത് 3 മാസം കൊണ്ട് 3 മാസം ആകുമ്പോഴത്തേക്കും കൊയ്യാറാവും. ഇതിപ്പോൾ തന്നെ 2 മാസം അടുത്തായുള്ളൂ. ഈ എടുക്കുന്ന നെല്ലുകള്, ഈ വിളവെടുക്കുന്ന നെല്ലുകളെ എവിടെയാണ് ചിലവപ്പെടുന്നത്? ഇതിപ്പോൾ ഇവിടെ കർഷകർ തന്നെ എടുക്കുക. പുറത്തേക്ക് കൊടുക്കലൊന്നുമില്ല. അപ്പൊ ഇവിടങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഇവിടുത്തെ നട്ട തന്നെ നെല്ലിന്റെ അരി കഴിക്കാം. ഇല്ല, വന്ന ടൂറിസ്റ്റുകളെല്ലാം ഇതിലെ വരും. വന്ന് ഇവിടെ ഒന്നും ഇറങ്ങാതെ പോകില്ല. ഗൈഡുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. ഗൈഡിൽ വരും, ഇതിൽ വരും, അതിലേക്ക് പോകും. ഇത് അപ്പുറം വരുള്ളൂ. അങ്ങോട്ട് മുറിച്ച് കടത്തിയിട്ടുള്ള അറ്റം വരെ ഉണ്ട്. അങ്ങ് അറ്റം വരെ ഉണ്ട്. ഇപ്പൊ ഇത് പുതിയതായിട്ട് വന്ന റോഡാ. വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചതിന് ഓക്കെ.